സർക്കാരിന് ഇപ്പോൾ 3 ആഴ്ച പ്രായമായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ തരത്തിൽ പ്രതീതിഭംഗം ഉണ്ടാക്കുക, അവരുടെ ഇമേജിനെ പറ്റി നമുക്ക് വളരെ കഷ്ടം തോന്നുന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. അദ്ദേഹമാണ് ഇതിന് കൃത്യമായി ഇന്ന കാരണം കൊണ്ട് വെച്ചു, ഇന്ന കാരണം കൊണ്ട് രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയേണ്ടത്. വിശ്വാസികളുടെ പ്രശ്നം മാത്രമായിട്ട് ഇത് ചുരുക്കി കാണരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടന്ന ഒരു നിയമനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് കേരളത്തിലെ ജനത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ ചർച്ച പറയുകയല്ലേ. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ ഇപ്പോ ഈ സർക്കാർ നോക്കൂ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമനങ്ങളിലെ യു ടേൺ എടുത്താൽ തന്നെ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ഈ പിണറായി വിജയൻ സർക്കാരിൽ, 1ാം പിണറായി സർക്കാരായാലും 2ാം പിണറായി സർക്കാരായാലും ഒക്കെ ഈ ബന്ധു നിയമനം നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്തത് എന്നതറിയാം. വളരെ മികച്ച ഒരു വ്യക്തിയാണ്, വലിയ കാര്യശേഷിയുള്ള ഒരാളാണ്. അയാളെപ്പോലൊരാൾ, എൻ്റെ ബെന്നി തോമസിനെ പോലൊരാൾ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫ് അതിനെ ന്യായീകരിച്ചത്. പക്ഷേ അത് വലിയ വിവാദമാകുമ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് മുഖം രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാ ഇവിടെ അടുത്ത നിയമനം, അവിടെയും രാജി മുഖ്യമന്ത്രി നേരിട്ട് ചോദിച്ചു വാങ്ങി രക്ഷിക്കുന്നു, അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനപ്പുറം ഈ 2 രാജികളും തെറ്റ് സമ്മതിക്കലല്ലേ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന സമ്മതമല്ലേ ഈ രാജിയിലൂടെ വ്യക്തമാകുന്നത്? അതിനും അപ്പുറം ഉണ്ട് കാര്യങ്ങൾ. ദാ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഡയറക്ടറെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിന് സ്ഥലം മാറ്റുന്നതിൽ കുഴപ്പമില്ല, സ്ഥലം മാറ്റാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വരികയാണ്. അവർ 15 ദിവസം അവധി ചോദിച്ചു എന്ന് പറയുന്നു. പക്ഷേ 2.5 ദിവസത്തെ അവധി മാത്രമാണ് ചോദിച്ചത്, കാഷ്വൽ ലീവാണ് ചോദിച്ചത്. അവർ മറ്റ് ചില റിപ്പോർട്ടുകളിൽ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ, ഡോക്ടർമാരെ അയക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിവ് വരുന്നു. അപ്പോൾ സർക്കാരിന് മുഖം നഷ്ടപ്പെടുന്ന, സർക്കാർ കളവ് പറയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സണ്ണി ജോസഫ് അദ്ദേഹം ഇന്നിപ്പോ മന്ത്രിയാണ്, MLA ആണ്. അതിനൊക്കെ മുമ്പേ ഓർക്കേണ്ട കാര്യം, അദ്ദേഹം KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം സ്വന്തം അളിയനെ ആ സ്ഥാനത്ത് വെക്കുന്നത് വളരെ അനുചിതമാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വട്ടം അത് മാധ്യമങ്ങളുടെ മുമ്പാകെ ന്യായീകരിച്ചു. അത് പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നായപ്പോഴാണ് അദ്ദേഹം ബെന്നി തോമസ് രാജിവെച്ചത്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സർക്കാരിന് ഇപ്പോൾ 3 ആഴ്ച പ്രായമായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ തരത്തിൽ പ്രതീതിഭംഗം ഉണ്ടാക്കുക, അവരുടെ ഇമേജിനെ പറ്റി നമുക്ക് വളരെ കഷ്ടം തോന്നുന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. ഇതിപ്പോൾ തീർച്ചയായിട്ടും സണ്ണി ജോസഫിന് പേഴ്സണലായിട്ടായിരിക്കും അളിയനെ നിയമിച്ചതിൽ ഉത്തരവാദിത്തം ഉണ്ടാവുക. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒന്നാവണം അഡ്വക്കേറ്റ് പ്രദീപ് കുമാറെ നിയമിച്ചത്, ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർക്ക് വേണ്ടത്ര ശ്രദ്ധയില്ല ജനങ്ങളെപ്പറ്റി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് വിശ്വാസികളുടെ മാത്രം കാര്യമല്ലല്ലോ. അത് ഒരുപക്ഷെ ഈ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ കൊള്ളകളിലൊന്നായിരിക്കും. അതിൻ്റെ കണക്കിപ്പോഴും അറിഞ്ഞൂടാ. ഇപ്പോഴും അതിൻ്റെ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല. ഈ പ്രതികൾ മുഴുവൻ 90 ദിവസത്തിനകം കുറ്റപത്രം കോടതിയിൽ കൊടുത്തില്ല എന്നുള്ള സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് പോയി. അവർ വളരെ സ്വാധീനമുള്ളവരും പലതരത്തിൽ ആളുകൾ സ്വാധീനിക്കാൻ കഴിയുന്നവരും രാഷ്ട്രീയത്തിലും മറ്റു നിലയ്ക്കൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാണ്. അപ്പോൾ ആ കേസ് അനാഥമായി പോവുകയില്ല എന്നുള്ള ഉറപ്പിലും കൂടിയാണ് ജനങ്ങൾ UDFനെ ജയിപ്പിച്ചതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ആ കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരായിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളത് CPMനകത്ത് വലിയൊരു കോലാഹലം ആ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ വലിയൊരു സംഭവത്തിൽ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിപ്പോൾ കോൺഗ്രസിനോ UDFനോ അറിയാതെ വരില്ല, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് വരാതെ പോവില്ല. പക്ഷേ എന്നാലും ഒന്ന് നോക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചോ എന്ന് സംശയിക്കാവുന്ന മട്ടിലാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന് കൃത്യമായി ഇന്ന കാരണം കൊണ്ട് വെച്ചു, ഇന്ന കാരണം കൊണ്ട് രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയേണ്ടത്. വിശ്വാസികളുടെ പ്രശ്നം മാത്രമായിട്ട് ഇത് ചുരുക്കി കാണരുത്.
കാരണം ഒരു ഏതെങ്കിലും ദേവാലയത്തിലെ കൊള്ള എന്ന് പറയുന്നത് ആ ദേവസ്ഥാനത്തെ ഭക്തന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ, നമ്മുടെ പൊതുമുതലായിട്ട് കാണേണ്ട കാര്യമാണത്. ഇവിടുത്തെ എല്ലാ വിശ്വാസികളെയും വിശ്വാസമില്ലാത്തവരെയും ബാധിക്കുന്നതാണ് കള്ളത്തരവും കൊള്ളയൊക്കെ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് ജനങ്ങളോട് വിശദീകരിക്കാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇമാതിരി സൂക്ഷ്മക്കുറവുകൾ, അവധാനതക്കുറവുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തമില്ലായ്മകൾ, അല്ലെങ്കിൽ പ്രതിയുടെ വക്കീലിനെ വാദിയാക്കി മാറ്റുന്ന പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഞങ്ങൾ യാതൊരു നാണവും ഉളുപ്പുമില്ലാതെ KPCC ഞങ്ങളുടെ ആളുകളെ തന്നെ ഈ തരത്തിൽ ചാനലിൽ ചർച്ചകൾക്ക് വിടും. ഡിബേറ്റിൽ വന്നിരുന്ന് ഞങ്ങൾ ഇമാതിരി അഭിപ്രായങ്ങൾ പറയും എന്ന് പറയുന്നിടത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? ഇത് കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. CPMന്റെ പ്രതിനിധികളെ എല്ലാം വളരെ സാങ്കല്പികമായിട്ട് ആലോചിക്കുകയാണ്. ഇങ്ങനെ CPM അന്ന് ചെയ്തിരുന്നെങ്കിൽ CPM പ്രതിനിധികളെ വിടുമായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ കൊഞ്ഞണം കുത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ ഞങ്ങൾ തന്നെ ചാനലുകളുടെ മുമ്പിൽ വരാനുള്ള തൊലിക്കട്ടി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ രേണുകെ, ഇതിനകത്ത് അവർ പറയുന്നത് എന്താ? ഈ പ്രദീപ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും യോഗ്യനായ ഒരാളാണ്. അദ്ദേഹം വ്യക്തിപരമായ ക്ഷമിക്കുക. അപ്പൊ ശബ്ദം ഉയർത്തിന്റെ രേണു, ഇല്ലെങ്കിൽ രേണു എന്റെ ലൈൻ അങ്ങ് കട്ട് ചെയ്തോ? എന്ത് വ്യക്തിപരമായ അധിക്ഷേപം? നടത്തിയില്ല. ഞാൻ നടത്തിയ പരാമർശം അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പോഴും പറയുന്നത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇതിനേക്കാൾ ഗംഭീരമായി ബഹളം വെക്കാൻ വളരെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടക്കുമ്പോ മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലായിരുന്നു, വിവരമില്ലായിരുന്നു, അറിവില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു എവിടെയായിരുന്നു സ്വപ്ന സുരേഷും ശിവശങ്കരനും കയറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇറങ്ങിയപ്പോ ടോയ്ലറ്റ് നാപ്കിൻ കൊണ്ടേ കൊടുത്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോ ശിവശങ്കരൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് മുഖ്യമന്ത്രി ഇത് അറിഞ്ഞോ എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടന്ന്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടന്ന ഒരു നിയമനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് കേരളത്തിലെ ജനത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ ചർച്ച പറയുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അളിയൻ നിയമനം എത്ര ആഴ്ചക്കകമാണ് നടന്നത്? ഈ അളിയൻ നിയമനത്തെ സംബന്ധിച്ച് ആ മറ്റേ അളിയൻ എന്താ ചെയ്തത്? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്റെ അളിയൻ മിടുക്കനാണ്, അതുകൊണ്ട് ഈ അളിയനെ തന്നെ വേണം. ആരുടെ കൂടെ നിന്നാ പറഞ്ഞത്? നിയമസഭയിൽ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ആളിനെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ ഉളുപ്പില്ലാത്ത KPCC പ്രസിഡന്റിന്റെ പാർട്ടിയുടെ പ്രതിനിധിയെ എനിക്ക് സഹതാപം തന്നെയാണ് ഈ ചർച്ചയിൽ. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ഒരു നിയമനം നടക്കുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കാതെ കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കത്തിച്ചൊലിച്ചു നിൽക്കുന്ന, ഏറ്റവും പ്രോജ്വലമായി നിൽക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു നിയമപരമായ നിയമനം നടത്തുമ്പോൾ പ്രോജ്വലമായ വിഷയത്തിൽ നമുക്ക് സമയം തീരെയില്ല, ഒരു 30 സെക്കൻഡ് എടുത്തതാ. ഇതിപ്പോൾ നാളെയോ മറ്റന്നാളോ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ തീരുമോ? എങ്ങനെ സംഭവിച്ചു ഈ പിഴവ് എന്നതിലൊരു വിശദീകരണം കൊണ്ടുകൂടി തീരുന്ന ഒരു വിഷയമാണോ? നോക്കൂ, നമ്മള് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തെറ്റ് പറ്റുന്ന സമയത്ത് നമ്മളൊരു കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് അതിനെ തിരുത്തുന്നത് പോലെയല്ല സർക്കാരിലേക്ക് ഇത്തരം വളരെ കീ ആയിട്ടുള്ള പൊസിഷനുകളിൽ ഒരാളിനെ നിയമിച്ചതിന് ശേഷം അതിനെ അൺഡു ചെയ്യുക എന്ന് പറയുന്നത്. ആ രീതിയിലത്തേക്കുള്ള ഒരു സ്കാർ അല്ല ഈ ഒരു നിയമനം ഭക്തരുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള തീരുമാനമാണോ, ഇനി അഥവാ മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് എങ്കിൽ ഈ KB പ്രദീപിനെ അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പലിംഗ് ആയിട്ടുള്ള ഒരു റീസൺ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിന്റെ മൊത്തത്തിലുള്ള ഡയറക്ഷന് വിരുദ്ധമായിട്ട് ആണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അത് ആരാണ് എന്നറിയാനുള്ള ഒരു അവകാശം ശ്രീ VD സതീശനുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും ഉറപ്പുവരുത്താനുമുള്ള അവകാശം ഇവിടെയുള്ള ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളിനെ മാറ്റിയത് കൊണ്ട്
ഇതിൽ സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. മറിച്ച് ഇത് ആരുടെ തീരുമാനമായിരുന്നു, എന്തായിരുന്നു ഇതിന്റെ റിയൽ ഇന്റന്റ് എന്നുള്ള കാര്യം പുറത്തു വന്നെങ്കിൽ മാത്രമേ ഈ വിവാദം അവസാനിക്കുന്നതാണ്. തിരുത്തിയത് കൊണ്ട് മാത്രം തീരില്ല. എന്തായാലും സർക്കാരിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കാണ് ഈ രണ്ട് സുപ്രധാനമായ യു ടേണുകൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിവരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമമായിരുന്നു ഇതിന് പിന്നിലെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ